إلى حضرة شيخنا ومربينا وقدوتنا الشيخ محمد بن الشيخ محمد القادري الجشتي جاديري قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. തസ്കിറത്തുൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിൽ മഹാനരായ അബൂ സഈദ് ഇബ്നു അബിൽ ഖൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഏതാനും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മഹാന്മാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ്. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ സമീപിക്കുന്നവർ ഒന്നുകിൽ അവരെ നിഷേധികളായിരിക്കും, അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുന്നവരായിരിക്കും. നിഷേധിക്കുന്നവരെ അവരുടെ ഉള്ളിലുള്ള കരുത്ത് കാട്ടിക്കൊടുക്കുകയും അങ്ങനെ തങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. അതല്ല, എന്നെന്നും മത്റൂദായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരെ അതേ നിലക്ക് വിട്ടുകൊടുക്കുകയാണ് അവർ ചെയ്യുക. ഏതായാലും ദീനിന്റെ യഥാർത്ഥ വെളിച്ചം നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ മഹാന്മാരുമായി സമീപിക്കുക അനിവാര്യമാണ്. നമ്മൾ പഠിച്ചു വെച്ച പാരമ്പര്യമായ അറിവുകൾ, അതുകൊണ്ട് ദീനിന്റെ എല്ലാം ഞാൻ അറിയുന്നവനാണ് എന്ന തോന്നൽ നമുക്കൊരു പക്ഷേ ഉണ്ടാകുമെങ്കിലും ദീനിന്റെ യഥാർത്ഥ സത്ത എന്താണ് എന്നും ദീനിനെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്നും അറിയേണ്ടത് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഔലിയാക്കളുടെ മുമ്പിലെത്തുക തന്നെ നിർബന്ധമാണ്. അവരിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും കാലം ചിന്തിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്ത വിഷയങ്ങളൊന്നും ദീനിന്റെ യഥാർത്ഥ അകക്കാമ്പിലേക്ക് എത്തിയ വിഷയങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ മനസ്സിലാക്കുന്ന ഏതാനും സംഭവങ്ങളാണ് മഹാനരായ അബൂ സഈദ് എന്ന മഹാനവറുകളുടെ റഹിമഹുല്ലാഹ് മഹാന്റെ ചരിത്രത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. സുൽത്താനുൽ മശായിഖ്, മശായിഖന്മാരിലെ സുൽത്താനിയായ പദവി അലങ്കരിച്ച വലിയൊരു മഹാനാണ്. എല്ലാ നിലക്കും അറിവുള്ളവനാണ്. ഇൽമു ശരീഅത്തിലും ഹഖീഖത്തിലും നിറപണ്ഡിതനായിരുന്നു. മഹാനവറുകളുടെ ചെറുപ്പകാലത്തുള്ള ഒരു സംഭവം, മഹാനവറുകളുടെ പിതാവ് രാജാവുമായി അഭേദ്യമായ ഒരു ബന്ധമുള്ള ആളായിരുന്നു. അന്നത്തെ ഭരണാധിപൻ മഹ്മൂദുൽ ഗാസി എന്നവരായിരുന്നു. ആ പ്രേമം മൂത്ത്, രാജാവിനോടുള്ള പ്രേമം മൂത്ത് രാജാവിന് വേണ്ടി ഒരു വീട് തന്നെ പണിയുകയും ആ വീടിന്റെ മതിലുകളിലൊക്കെ രാജാവിൻ്റെയും സൈന്യത്തിൻ്റെയും നൈൽ നദിയുടെയും ഫോട്ടോകൾ വരച്ചു വെക്കുകയും ചെയ്തു. കുട്ടിയായിരുന്ന മഹാനരായ അബൂ സഈദ് റഹിമഹുല്ലാഹ് ഇത് കണ്ടിട്ട് പിതാവിനോട് പറഞ്ഞു, പിതാവേ, എനിക്കും ഒരു വീടുണ്ടാക്കി തരണം. ഫബനാ ലഹു ബൈതൻ, അപ്പൊ ഒരു വീടുണ്ടാക്കി കൊടുക്കുകയാണ്. ഫദഖല ഫീഹി അബൂ സഈദ്, ആ വീട്ടിലേക്ക് അബൂ സഈദ് റഹിമഹുല്ലാഹ് പ്രവേശിച്ചിട്ട് വകതബ അലാ ജമീഇ ഹൈതാനിഹി, അതിന്റെ മതിലുകളിലൊക്കെ ചുമരുകളിലൊക്കെ എഴുതി വെക്കുകയാണ് ലഫ്ളൽ ജലാലത്തി അല്ലാഹ്, അല്ലാഹ് എന്ന നാമം എഴുതി വെക്കുകയാണ്. ഈ സമയത്ത് ഉപ്പ ചോദിച്ചു, ലിമാദാ കതബ്ത അല്ലാഹ്, എന്തിനാണ് മോനെ ഈ മതിലിലൊക്കെ നീ അല്ലാഹ് എന്നത് എഴുതി വെച്ചത്? അബൂ സഈദ് എന്നവര് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, നിങ്ങൾ നിങ്ങളുടെ സുൽത്താന്റെ പേര്, സുൽത്താന്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിന്റെ മതിലുകളിൽ എഴുതി വെച്ചുവെങ്കിൽ
ബിസ്മി സുൽത്താനീ, എൻ്റെ സുൽത്താനായ അല്ലാഹുവിൻ്റെ പേര് ഞാൻ എൻ്റെ വീടിൻ്റെ മതിലുകളിൽ ചുമരുകളിൽ ഞാൻ രേഖപ്പെടുത്തി. ഫലമ്മാ സമിഅ അബൂഹു കലാമഹു, പിതാവ് ഇത് കേട്ടപ്പോ ചെയ്തത് ഖേദമായി മനസ്സിലാക്കുകയും രാജാവിൻ്റെ ഫോട്ടോകളൊക്കെ ചുമരുകളിൽ നിന്നും മതിലുകളിൽ നിന്നും മായ്ച്ചു കളയുകയും ചെയ്തു. മകന്റെ ആത്മീയമായ ഉയർച്ചയെ തിരിച്ചറിഞ്ഞ പിതാവ് തൻ്റെ മകനോടുണ്ടായിരുന്ന മുമ്പത്തെ സ്നേഹത്തെക്കാൾ കൂടുതലായി സ്നേഹിക്കുകയുണ്ടായി, അടുക്കുകയുണ്ടായി. മഹാനവറുകളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മശായിഖന്മാരും അതുപോലെ ഉലമാക്കളുമായി സന്ധിക്കുകയും അവരിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അറിവുകളും നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഫതഅല്ലഖ്തു ബിശ്ശൈഖി അബുൽ ഫദ്ൽ റഹിമഹുല്ലാഹ്, മഹാനവറുകൾ അബൂ സഈദ് റഹിമഹുല്ല പറയുകയാണ്, അന്നത്തെ വലിയായിരുന്ന അബുൽ ഫദ്ൽ എന്നവരുമായി ഞാൻ സന്ധിച്ചു. അവരുമായി കൂടിച്ചേർന്ന് ജീവിച്ചപ്പോ ഫഖാല ശൈഖ് അബുൽ ഫദ്ൽ എന്നവർ പറഞ്ഞു എന്നോട്, യാ അബാ സഈദ്, അബൂ സഈദ് എന്നവരെ, യഅലം അന്നൽ അംബിയാ അലൈഹിമുസ്സലാം അലാ കസ്റതിഹിം, ലോകത്ത് വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, അംബിയാ മുർസലീങ്ങള് ബുഇസൂ ലിഅജലി മഖ്സൂദിൻ വാഹിദിൻ, ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. അതെന്താണ്? അയ്യുഅല്ലിമുൽ ഖൽഖ അൻ യഖൂലൂ അല്ലാഹ്, അല്ലാഹ് എന്നുള്ളത് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് മനുഷ്യരുടേത് ഇറങ്ങി ചെല്ലാൻ എങ്ങനെ അവർ ഹൃദയം കൊണ്ട് അല്ലാഹ് എന്നുള്ളത് പറയും, അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യരൊക്കെ ഹൃദയം കൊണ്ട് അല്ലാഹ് എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹ് എന്നുള്ളത് ഒരാൾ കേട്ട് ഹത്താ ഇസ്തഗ്റഖ ഫീഹാ, അവന്റെ ഹൃദയത്തിന്റെ അഗാധതയിലേക്ക് അത് ഇറങ്ങുകയും അവന്റെ ഹൃദയത്തിൽ അത് വെളിപ്പെടുകയും ചെയ്താൽ ഫസ്തഗ്ന അനിൽ ലിസാനി, പിന്നെ അവൻക്ക് നാവിന്റെ ആവശ്യമില്ല. നാവ് കൊണ്ടല്ലാതെ ദിക്ർ എങ്ങനെ ചെയ്യണമെന്നുള്ളത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അബൂ സഈദ് എന്നവർ പറയുകയാണ്, ഫസ്താദനി ഹാദൽ കലാം, ഈ പുതുമയുള്ള അറിവ് ഒരുപാട് പണ്ഡിതന്മാരെടുത്ത് ഞാൻ പഠിച്ചതാ, പക്ഷെ ഇങ്ങനാരും എന്നോട് പറഞ്ഞിട്ടില്ല. ഈ വാക്കുകൾ എന്നെ വല്ലാതെ പിടിച്ചുലക്കുകയുണ്ടായി. ഹത്താ സുലിബ അന്നി നൗമു വൽ ഖറാർ, എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, എൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ മഹാനരായ അബൂ അലി എന്നവരുടെ മജ്ലിസിൽ പങ്കെടുത്ത സമയത്ത് യുഫസ്സിറു ഖൗലഹു, അവർ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുലില്ലാ സുമ്മ ദർഹും, നിങ്ങൾ അല്ലാഹ് എന്ന് പറയുക, എന്നിട്ട് ആളുകളെയൊക്കെ ഒഴിവാക്കുക എന്നുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 91-ാമത്തെ ആയത്ത് വിശദീകരിക്കുന്നതാണ് അവിടെ കയറി ചെന്നപ്പോൾ തന്നെ കേൾക്കാൻ കഴിയുന്നത്. അപ്പൊ ഒന്നുകൂടെ മനസ്സിനെ വല്ലാതെ ആഴങ്ങളിലേക്ക് ആ വാക്കുകൾ പിടിച്ചുലച്ചു, ഇറങ്ങിപ്പോയി. ഫതഗയ്യറ അലയ്യ ഹാലി, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി. ഫഅദ്റക അബൂ അലി എന്നവര് എൻ്റെ ഈ മാറ്റത്തെ മനസ്സിലാക്കിയപ്പോ എന്നിട്ട് ചോദിച്ചു, ഐന കുൻതൽ ബാരിഹ, നീ എവിടെയായിരുന്നു ഇന്നലെ എന്ന് ചോദിച്ചപ്പോ മഹാനരായ അബൂ സഈദ് പറഞ്ഞു, മഹാനരായ അബുൽ ഫദ്ൽ എന്നവരുടെ സദസ്സിലായിരുന്നു ഇന്നലെ ഞാനുണ്ടായിരുന്നത്. ഖാല, അപ്പൊ മഹാൻ സുമ്മ റജഅതു ഇലൈഹി,
വാലിഹൻ മുതഹയ്യിറൻ ഫീ ഹാദിഹിൽ കലിമതി. മഹാനവർകൾ പറഞ്ഞ വല്ലാതെ മനസ്സിനെ പരിഭ്രമിപ്പിച്ച ആ വാക്കുമായിട്ടാണ് ഞാൻ തിരിച്ചു ചെന്നത്. ഫലമ്മാ റഅ ശൈഖു അബുൽ ഫളൽ, മഹാനരായ അബു അലി എന്നവരുടെ സദസ്സിൽ നിന്ന് കേട്ട വചനങ്ങളും അതിനെ സ്വാധീനിച്ച ആ സ്വാധീനവുമായിട്ടാണ് വീണ്ടും മഹാനരായ അബുൽ ഫളൽ എന്നവരുടെ സദസ്സിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അബുൽ ഫളൽ വീണ്ടും ചോദിക്കുകയാണ്, യാ അബാ സഈദ്, അബൂ സഈദേ എന്തു പറ്റി? ഖദ് സകർത, നീ ലഹരി ബാധിച്ചിട്ടുണ്ടല്ലോ. വലാ തദ്രി അൽ ഖൽഫ അനിൽ ഖുദ്ദാം, മുമ്പേതാ വേക്കേതാ എന്ന് മനസ്സിലാകാത്ത വിധം ലഹരിയിലായിട്ടുണ്ടല്ലോ. ഖുൽതു, മഹാനരായ അബൂ സഈദ് പറയുകയാണ്, വകൈഫ അമലു യാ ശൈഖ്, ഞാൻ എങ്ങനെയാണ് അമലെടുക്കേണ്ടത്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മഹാനരായ അബുൽ ഫളൽ പറയുകയാണ്, ഉദ്ഖുൽ വഖഉദ്, നീ റൂമിലേക്ക് കയറി ഇരുന്നിട്ട് വദ്കുർ ഹാദിഹിൽ കലിമ, ഈ കലിമ നീ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക. ഫഅമറനി ശൈഖു അൻ അർജിഅ ഇലാ മകാനിം മൈഹമ, മൈഹമ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. ഖുറാസാനിലുള്ള ഒരു ഗ്രാമമാണത്. അങ്ങനെ അവിടെ പോയി 7 വർഷക്കാലം ഞാൻ ഏകാന്തവാസം അനുഷ്ഠിച്ചു. വസദ്ദൈതു ഉദ്നി, എന്റെ ചെവി ഞാൻ അടച്ചു വെച്ചു. വലാ അസാലു അഖൂലു അല്ലാഹ് 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഫകുല്ലമാ തഗയ്യറനി ഗഫ്ലത്തുൻ, എനിക്കൊരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അവിടെ അത്ഭുതം സംഭവിക്കും. കാന യദ്ഹറു അലയ്യ ശൈഖുൻ അസ്വദു, മെഹ്റാബിൽ നിന്ന് ഒരു കറുത്ത മനുഷ്യൻ വളരെ ഭീതിപ്പെടുത്തുന്ന കോലത്തില് ഒരു ചാട്ടുളിയുമേന്തിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഉറക്കെ പറയും, വയഖൂലു അല്ലാഹ് 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 എന്ന് പറയാൻ വീണ്ടും എന്നെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇലാൻ സമിഅതു മിൻ ജമീഇ ദർറാത്തി വുജൂദി, ഈ ഉണ്മയുടെ, എൻ്റെ ഉണ്മയുടെ എല്ലാ അണുവിൽ നിന്നും ഞാൻ കേൾക്കാൻ തുടങ്ങി. അല്ലാഹ് 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 എന്നുള്ളത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെടുകയും അവരുടെ വഴിയിൽ വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു വലിയ മഹാനായി. അങ്ങനെ മഹാന് പിന്നീട് മുറബ്ബയായ മശായിഹായി ആ സ്ഥാനത്തെത്തിച്ചേർന്നതും അതിൻ്റെ ത്യാഗത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഒരുപാടുണ്ട്. അതില് മഹാനരെ സമീപിച്ച, മഹാന്മാരുമായി സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില നിഷേധങ്ങളും ആ നിഷേധങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരമുണ്ടാകുന്നത് എന്നുള്ളതും 1-2 സംഭവങ്ങൾ മഹാനരുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് ചെറിയ രീതിയിൽ സമയം പോലെ പറയാം. അന്ന ഫതം മിൻ ഔലാദിൽ കിബാർ, വലിയ തറവാട്ടിൻ്റെ ഒരു യുവാവുണ്ടായിരുന്നു. വലിയ കുടുംബത്തിലുള്ള ഒരാളാണ്. ജാഅ ഇല ശൈഖി, ശൈഖിന്റെ അടുത്ത് വന്നിട്ട് മഹാനരായ അബൂ സഈദ് എന്നവരുടെ റഹിമഹുല്ലാഹ് അവരുടെ സദസ്സിൽ വന്നിട്ട് വലാസമഹു, അവരോടൊപ്പം കൂടി. അവര് തൻ്റെ പിതാവിൽ നിന്ന് അനന്തരമായി ഒരുപാട് സ്വത്ത് കിട്ടിയിരുന്നു. തൻ്റെ ശൈഖിനോടുള്ള പ്രണയം കാരണത്താൽ തൻ്റെ സമ്പത്ത് മുഴുവനും ശൈഖിനെ ഏൽപ്പിക്കുകയുണ്ടായി. വശൈഖു അൻഫഖഹു ഇലൽ ഫുഖറാഇ ഫീ യൗമിഹി, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തൻ്റെ പിതാവിൽ നിന്ന് അനന്തരം കിട്ടി ഗുരുവിനെ ഏൽപ്പിച്ച എല്ലാ സമ്പത്തും
ഫക്കീറന്മാർക്ക് ഷെയ്ഖ് വിതരണം ചെയ്തു. കാരണം ഷെയ്ഖ് നാളേക്ക് വേണ്ടി ഒന്നും വെക്കാറില്ല. അങ്ങനെ ഈ വന്ന തറവാട്ടിലെ ഈ യുവാവിനോട് നോമ്പ് നോക്കാനും ദിക്റിൽ മുഴുകാനും പറഞ്ഞു. വഖിയാമിൽ ലൈലി അലദ്ദവാം, സ്ഥിരമായി രാത്രിയിൽ മുഴുകി ജീവിക്കാൻ ദിക്റിലും ഖിയാമുൽ ലൈലിലും നോമ്പിലുമൊക്കെയായി ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം അവിടെ ഖിദ്മത്ത് ചെയ്യാൻ പറഞ്ഞു. പിന്നെ 1 വർഷത്തോളം ഫുഖറാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ثم أمره بالسؤال والدوران على الأبواب سنة أخرى. പിന്നെ കവാടങ്ങളിലൊക്കെ വാതിൽ പടിക്കലിൽ പോയിട്ട് അവിടെയൊക്കെ യാചിക്കാൻ വേണ്ടി, ചോദിക്കാൻ വേണ്ടി, കറങ്ങാൻ വേണ്ടി പറഞ്ഞു. വന്നാസു കാനൂ യംലഊന സംബീലഹു, അയാളോടുള്ള അതിരറ്റ വിശ്വാസം കാരണത്താൽ ആളുകൾ നിറയെ കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നീട് സുമ്മ ബഅദ ദാലിക അശാറ ശൈഖു ഇലൽ അസ്ഹാബി, ഷെയ്ഖ് പിന്നെ നിർദ്ദേശിക്കുകയാണ് സഹചരന്മാരായിട്ടുള്ള ആ യുവാവിൻ്റെ സഹപാഠികളായിട്ടുള്ള മറ്റു മുരീദന്മാരോടും തിൽമീദുമാരോടും പറയുകയാണ്, ഇനി ആ മനുഷ്യനെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. അവൻ വന്നു കഴിഞ്ഞാൽ യത്റുദൂനഹു വയജുഫൂനഹു, അവനെ അകറ്റുകയും മാറ്റി നിർത്തുകയും ദൂരെ നിർത്തുകയും ചെയ്യണം. വന്നാസു അയ്ളൻ ഫീ ഹാദിഹി സനതി, ഈ വർഷം ആരും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. വശൈഖു ഫീ ഹാദിഹിൽ മുദ്ദതി കാന മഅഹു ത്വയ്യിബാ, ഷെയ്ഖ് ഈ കാലയളവിൽ നല്ല രീതിയിൽ ജനങ്ങളൊക്കെ അകറ്റുമ്പോഴും ഷെയ്ഖ് നല്ല രീതിയിലായിരുന്നു ഇടപഴകിയിരുന്നത്. ثم أخذ الشيخ أيضا في جفائه والغلظة, ഷെയ്ഖും പിന്നെ കടുപ്പത്തിൽ പെരുമാറാൻ തുടങ്ങി. മഹാന്മാരായ പഴയകാലത്തുള്ള മശായിഖന്മാരും മുരീദന്മാരും എങ്ങനെയായിരുന്നു സഹവസിച്ചത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് പറയുന്നത്. വകാന യസ്ജുറുഹു ബൈനൽ മലഇ, ആളുകളുടെ മുമ്പിൽ നിന്ന് അകറ്റും. ഷെയ്ഖ് തന്നെ പിന്നീട് അകറ്റാൻ തുടങ്ങി. വളരെ പരുഷമായ ഭാഷയിലും പരുഷമായ രീതിയിലും പെരുമാറി. ഇലാ അനിത്തഫഖ അന്നഹു, ഒരിക്കൽ 3 ദിവസം തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിച്ചു. ഒന്നും തിന്നാൻ കിട്ടിയില്ല. എല്ലാ ഇടങ്ങളിലും പോയി വല്ലതും തിന്നാൻ കിട്ടുമോ നോക്കി, ആരും ഒന്നും കൊടുത്തില്ല. 4ാമത്തെ രാത്രിയിൽ കാനഫിൽ ഖാൻഖാഹില് ഇന്ദ ശൈഖ് ദഅവത്തുൻ, ഒരു വലിയ സദ്യയുണ്ടായിരുന്നു. അവിടെ വലിയൊരു മജ്ലിസ് നടക്കുകയാണ്. അങ്ങനെ ഭക്ഷണം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വഖദ് വസ്സൽ മത്ബഖ വൽ അസ്ബാഹ അല്ലാ യുത്ഇമൂഹു ശൈഅൻ, ഒന്നും കൊടുക്കരുത് എന്ന് അവിടെ നിർദ്ദേശമുണ്ട്. ഈ യുവാവിനൊന്നും നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെയല്ല. വജാഅ ദാലിക്കൽ ഫതാ മിനസ് സുആലി, അയാൾ വന്ന് ചോദിക്കാൻ തുടങ്ങി. 3 ദിവസം പൂർണ്ണമായിട്ടും പട്ടിണിയിലാണ്. അങ്ങനെ അവിടെ ഭക്ഷണ ഹാളിൽ വന്ന് ചോദിച്ചിട്ട് അവര് കൊടുത്തതുമില്ല, അവരും പുറത്താക്കി. വഹീന ഖദ്ദമു അത്ആമ ഇലൽ അസ്ഹാബി വൽ ജമാഅത്തി ദഖല ബൈനഹും, അങ്ങനെ എല്ലാവരും വന്നപ്പോ അവരുടെ കൂടെ കയറി നോക്കി, അപ്പോഴും രക്ഷയില്ല. വലാ നദറ ഇലൈഹി വാഹിദും മിനശ് ശൈഖി വൽ ജമാഅത്തി, ആര് തിരിഞ്ഞു നോക്കണമെന്നില്ല, അവരെങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഷെയ്ഖ് പറഞ്ഞു, യാ ഫുലാൻ തസുദ്ദു അന്നാ വതുശവ്വിശു അലൈന വലാ തസ്തഹി മൻ അൻത മിൻ ഐന അൻത, ഞങ്ങളടുത്ത് വന്ന് ഞങ്ങളെ സ്വീപ്പാക്കാണോ തശ്വീഷാക്കാണോ, നിനക്കെന്താ
ലജ്ജയില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, ഉത്റുദു ഹാദൽ മശ്ഊമ മിൻ ഹാദൽ മജ്ലിസ്, ഈ മജ്ലിസിൽ നിന്ന് ഇയാളെ അകറ്റൂ, അയാളെ പുറത്താക്കൂ എന്ന് പറഞ്ഞു. ഈ ദിവസത്തിന് ശേഷം ഇനി ഈ ഹാങ്കാഹിൽ പ്രവേശിച്ചാൽ ആരെയും ശിക്ഷിക്കാത്ത വിധത്തിലുള്ള മാതൃകയില്ലാത്ത ഒരു ശിക്ഷയായിരിക്കും ഞാൻ കൊടുക്കുക. ഫഖാമ ശഖ്സുൻ, ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. വഹയ്യജഹു മിൻ മകാനിഹി വഖറജഹു മിനൽ മജ്ലിസി വതറദഹു വഉഗ്ലിഖൽ ബാബ് ഫഖറജൽ ഫതാ. ആ മനുഷ്യൻ അവിടെ നിന്ന് വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും ക്ഷീണം കൊണ്ടും കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. ഒരു പ്രതീക്ഷയുമില്ല. സൃഷ്ടികളിലുള്ള സകലമാന പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. സമ്പത്തില്ല, സ്ഥാനമില്ല, എല്ലാം തൻ്റെ ഷെയ്ഖിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ തന്നെ സഹായിക്കാനും തനിക്ക് ഭക്ഷണം നൽകാനും ആരുമില്ലാത്തൊരവസ്ഥയിൽ ഷെയ്ഖിൽ നിന്നും അനുചരന്മാരിൽ നിന്നും പലതും കേൾക്കേണ്ടി വന്നു. അങ്ങനെ ഒരൊഴിഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളിയിൽ കയറി, ബികൽബിൻ ജരീഹിൻ, മുറിവേറ്റ കൽബുമായി, വഐനിൻ കരീഹിൻ, ഒലിക്കുന്ന കണ്ണുകളുമായി, എന്നിട്ട് മണ്ണിൽ നെറ്റിത്തടം വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് വല്ലാതെ ആഞ്ഞ് കരഞ്ഞു പറഞ്ഞു, യാ ഇലാഹി തഅലമു ഹാലി വമദല്ലതി, എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, എൻ്റെ നിസാരത നിനക്കറിയാമല്ലോ, എൻ്റെ ദാരിദ്ര്യവും എൻ്റെ ആവശ്യവും നിനക്കറിയാമല്ലോ. വതൻളുറു ഇലയ്യ, നീ എന്നെ കാണുന്നുണ്ടല്ലോ, നീ കണ്ടതല്ലേ അറിഞ്ഞതല്ലേ, ആളുകളൊക്കെ എന്നെ അകറ്റിയിരിക്കുകയാണ്. എനിക്ക് നിന്നോടല്ലാതെ കേണപേക്ഷിക്കാൻ, എൻ്റെ ആവശ്യം പറയാൻ ആരുമില്ല. എനിക്ക് സമ്പത്തില്ല, എനിക്ക് സ്ഥാനമാനങ്ങളും പ്രതാപവുമില്ല. വളരെ നിസ്സാരതയിലുള്ള പരീക്ഷണത്തിന്റെ അങ്ങേ തലയിലുള്ള നിന്റെ അടിമയാണ് ഞാൻ. വഅൻത ഖാദിറുൻ ഹകീമുൻ, നിനക്കെല്ലാം കഴിയുന്ന തന്ത്രജ്ഞാനിയാണല്ലോ നീ. തുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക് ഇസ്സത്ത് നൽകും, ദില്ലത്തും നൽകുമല്ലോ. നൽകാനും തടയാനും നിനക്ക് കഴിയുമല്ലോ. ഖൈറായ ഖൈറെല്ലാം നിന്നിലാണല്ലോ ഉള്ളത്. അങ്ങനെ കരഞ്ഞു പറയാൻ തുടങ്ങി. കണ്ണുനീരാൽ ആ ഭൂമി നിറഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തതാ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയാണ്. തന്റെ ഉദ്ദേശ്യത്തിലേക്കുള്ള കവാടങ്ങൾ ആ ഹൃദയത്തിലേക്ക് തുറന്നു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ ആഗ്രഹിച്ചതെന്താണോ അതവിടെ സാധ്യമാവുകയാണ്. വശൈഖ് അബൂ സഈദ് റഹിമഹുല്ലാഹ്, ഈ അവസരത്തിൽ ഹാങ്കാഹിലിരിക്കുന്ന ഷെയ്ഖ് അബൂ സഈദ് റഹിമഹുല്ലാഹ് തിൽമീദുമാരും എഴുന്നേറ്റിട്ട് സംഘമായി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആ ഒഴിഞ്ഞ പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ്. فأبصر الفتى واضعا خده على التراب, അപ്പൊ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് നെറ്റിത്തടം മണ്ണിൽ വെച്ച് കരയിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് അവർ കാണുന്നത്. അങ്ങനെ അയാള് തല ഉയർത്തി നോക്കുമ്പോൾ ഷെയ്ഖിനെയും സംഘത്തെയും കാണുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഗുരുവിനോട് ചോദിക്കുകയാണ്, യാ ശൈഖ് ലിമ തുശൗവിശുനി, എന്നെ എന്തിനാണ് നിങ്ങൾ അലോസരപ്പെടുത്തുന്നത്? ഞാൻ എൻ്റെ അല്ലാഹുവുമായിട്ട് മുനാജാത്തിലാണ്. ഫഖാല ശൈഖു യാ ഫുലാൻ, അപ്പൊ ശൈഖ് അവർകൾ പറഞ്ഞു,
തുരീദു അൻ തഅകുലൽ മാഇദത വഹദക, ഒറ്റക്ക് നീ തളികയിൽ നിന്ന് ഭക്ഷിക്കണമെന്നാണോ നീ വിചാരിക്കുന്നത്? ഫഖാല, അപ്പോ ആ യുവാവ് പറയുകയാണ്, യാ ശൈഖ് അവർകളെ, കൈഫ കാന ഖൽബുക ശരീഫ്, പളുങ്കുപോലെയുള്ള ഹൃദയമുള്ള ശൈഖ് അവർകളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ അകറ്റാനും എന്നെ ഇങ്ങനെയേറെ വേദനിപ്പിക്കാനും നിങ്ങൾക്ക് സാധിച്ചത്? അവരോട് യോജിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. ഖാല ശൈഖു, ശൈഖ് അവർകൾ പറയുകയാണ്, മഹാനവറുകളെ തർബിയത്ത് ചെയ്ത രീതിയാണ് ഇവിടെ പറയുന്നത്. 1 വർഷത്തോളം അവിടെ ഖിദ്മത്ത് ചെയ്യാൻ, പിന്നെ ഫക്കീറന്മാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ 1 വർഷം, അങ്ങനെ എല്ലാ ഇടങ്ങളിലും കറങ്ങി വാതിൽ പടിക്കലിൽ ചെന്ന് വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാരോടും അവരെ ഒഴിവാക്കാനും അകറ്റി നിർത്താനും പറഞ്ഞു. അങ്ങനെയുള്ള തർബിയത്തിന്റെ ഘട്ടം ഘട്ടമായ അവസ്ഥ, ആ അവസ്ഥയിൽ മഹാനരായ ശൈഖ് അവർകൾ പറയുകയാണ്, ഇൻ കുൻത മുൻഖതിയൻ അനിൽ ഖൽഖി വൽ അസ്ഹാബി കുല്ലിഹിം, എല്ലാവരിൽ നിന്നും നീ അകന്നു, ഒറ്റപ്പെട്ടുപോയി. വബഖീത മുഅ്തമിദൻ അലയ്യ, പിന്നെ നീ ബാക്കിയായത് നിന്റെ ഗുരുവായ എന്നിൽ എല്ലാം അർപ്പിച്ച് നീ നിൽക്കുകയായിരുന്നു. വഅന ഖദ്ദർതു ലക ഹിജാബൻ ബൈനക വബൈനൽ ഖൽഖി വമാ ബഖിയ ലക ഹിജാബുൻ സിവാ അബി സഈദ്, അബൂ സഈദ് അല്ലാത്ത ഒരു ഹിജാബും ഒരു മറയും നിന്റെ മുമ്പിൽ ബാക്കിയാക്കാത്ത വിധം സൃഷ്ടികളിൽ നിന്നൊക്കെ എല്ലാ വിധത്തിലും അകലാൻ നിന്റെ മനസ്സ് പാകപ്പെട്ടു. ഫലാ ജറമ, നിസ്സംശയം, അന്നി ഫഅൽതു മാ ഫഅൽതു, ഞാൻ നിന്നോട് ചെയ്ത ഈ ചെയ്തികളൊക്കെ ലിയർതഫിയ ഹാദൽ ഹിജാബ അയ്ളാ, ഈ ഒരൊറ്റ മറയും കൂടി അങ്ങോട്ട് നീങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വൽഹാൽ അന്നഹു ഇർതഫഅ വവസൽത ഇലൽ മഖ്സൂദ്, ഇപ്പോൾ നിന്റെ ഹിജാബ് മറ ഉയർന്നിരിക്കുകയാണ്, നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ എത്തിയിരിക്കുകയാണ്. എന്നാൽ നീ കേട്ടോ, വനഹ്നു ജിനാ ഇലൈക, നിന്നിലേക്ക് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് നുഹന്നീക, നിന്നെ ആശംസിക്കാനാണ്, ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പുൽകിയ ഒരു നിമിഷത്തിലാണ്. മഹാന്മാരായ സംബന്ധിച്ചിടത്തോളം അവരുടെ പല രീതിയിലുള്ള തർബിയത്തിന്റെ വിഷയങ്ങൾ, അതിലൊരു രീതി മാത്രമാണിത്. അവർക്ക് മനുഷ്യരുടെ ഹൃദയങ്ങളെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളെ വേദനിപ്പിക്കുന്നത് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരാളെ പരീക്ഷിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു പ്രയാസപ്പെടാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് സൃഷ്ടികളിൽ നിന്നും അവര് ചാഞ്ഞു നിൽക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം അകലുന്നതിന് വേണ്ടിയാണ്. അതറിഞ്ഞു നിൽക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടായാൽ രക്ഷപ്പെട്ടു. ബാറകല്ലാഹു ലക ഫീ വസ്ലിക ഇലാ മഖ്സൂദിക, നിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നീ എത്തിച്ചേർന്നതിനുള്ള എല്ലാ ബർക്കത്തും നിനക്ക് നൽകുകയാണ്. ഉണ്ടാവട്ടെ. വജഅല ലഹുക മുബാറകൻ, എന്നെന്നും അനുഗ്രഹീതനാവട്ടെ. ഫഖും മഅനാ, നീ വന്നോ, ഞങ്ങളൊപ്പം ചേർന്നോ. റസഖനല്ലാഹു ഐശതസ്സുഅദാ, സഈദന്മാരായിട്ടുള്ള സൗഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളുടെ ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. മഹാന്മാരോടൊപ്പം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറാതെ ചിതറാതെ നിൽക്കാനുള്ള ഈമാനിന്റെ കരുത്ത് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. എന്നെന്നും മഹാന്മാരുടെ വഴിയിൽ, അവര് നൽകിയ കലിമത്ത് തൗഹീദിന്റെ വഴിയിൽ പതറാതെ ചിതറാതെ ഗഫ്ലത്തില്ലാതെ അശ്രദ്ധയില്ലാതെ ദീനിനെ ഹയാത്താക്കി നിലനിൽക്കുന്ന
മുഖ്ലിസീങ്ങളും മഖബൂലീങ്ങളുമായ മുരീദന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഏവരെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.